വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രമോയിൽ കണ്ടിരുന്നു ജാസ്മിനും ജിൻഡോ ആയിട്ടുള്ള പൊരിഞ്ഞടി. അപ്പോൾ വേറെ ഒന്നുമല്ല, ഗബ്രീനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടാണ്. അത് ജാസ്മിൻ ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ പറയുന്നത് ഇപ്പം ശരിക്കും ഇങ്ങനെയൊരു അവസരങ്ങളിലാണ് ശരിക്കും ഗബ്രിയെ മിസ് ചെയ്യുന്നത്. അപ്പോൾ ജിൻഡോ പറയും അതൊക്കെ മതിയാ, കഴിഞ്ഞ കാര്യം അതിൽ എന്താ പറയണ്ടേ, കൂടുതൽ ഇതൊന്നും ആക്കണ്ട, അതവിടെ നിർത്തിക്കുക, അത് കഴിഞ്ഞ അധ്യായമാണ്, അതെല്ലാം വിടുന്നതാണ് നിനക്ക് നിൻ്റെ നിലനിൽപ്പിന് നല്ലത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്ന എൻ്റെ ചിന്തകൾ വിലക്കാൻ താനാരോടോ, അനക്കിങ്ങനെ അങ്ങ് താനാരോടോ, അത് പിന്നെ കുറേ വാക്കുവാക്കും. പിന്നെ ജാസ്മിൻ വായിട്ട് അലക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും ഒരു രക്ഷയുണ്ടല്ലോ. പക്ഷേങ്കിൽ ജാസ്മിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജിൻഡോ അത് പറഞ്ഞതെന്നൊന്നും ജാസ്മിനില്ല. കാരണം ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പല രീതിയിലുള്ള ക്ലൂസും ജാസ്മിന് ലഭിച്ചിരുന്നു. കാരണം ഫസ്റ്റ് തന്നെ ജാസ്മിൻ്റെ ബാപ്പ വിളിച്ചിട്ട് ബിഗ് ബോസിൽ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മോഹൻലാൽ സാറ് പുറത്തുനിന്ന് ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ളൊരു ക്ലൂവും കൊടുത്തിരുന്നു. എന്നിട്ടും ജാസ്മിന് മനസ്സിലായില്ല. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോൾ സായിൻ്റെ അടുക്ക ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിപ്പോൾ ആ വോയിസ് നോട്ടിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം മോക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഉള്ളത്, ഗബ്രിയായി കോംബോ വിടണോ എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് സായിനെ ഏൽപ്പിച്ചിരുന്നു. സായി ആ ധർമ്മം കറക്റ്റായിട്ട് നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഒരു 2-3 ദിവസം മിണ്ടാണ്ടിക്കുക എന്നുള്ളതുണ്ട്. ചിലപ്പോൾ മിണ്ടാണ്ടിക്കുക എന്നല്ല, ഒരകൽച്ച കാണിക്കുമെങ്കിൽ പിന്നെയും അതിശക്തമായ രീതിയിൽ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിന്. ലാസ്റ്റ് ഇപ്പോൾ ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോൾ ബാപ്പയും ഉമ്മയും വന്നപ്പോൾ പോലും ആ മാലയും ഫോട്ടോ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞാൻ്റെ മോക്ക് അതൊന്നും വേണ്ട, ഇതൊരു കളിയായിട്ട് കാണുമോ, പുറത്തേക്ക് വരുമ്പോൾ ഇതൊന്നും കൊണ്ടുവരരുത് എന്നുള്ള ആ അച്ഛനും അമ്മയും പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു. ആ റിലേഷൻ പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നു, അത് മോളിവിടെ വെച്ചേ, ഇനി ആ മോൾ ആ ടോപ്പിക് എടുത്ത് തലയിൽ വെക്കരുത്, നല്ല രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ടും ജാസ്മിൻ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഗബ്രീൻ്റെ അടുക്ക് എത്തുന്നു. ഇനിയിപ്പോൾ ഗബ്രി ഇപ്പോൾ ഫൈനൽ വീക്ക് എല്ലാ കണ്ടസ്റ്റൻസ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ലേ, അപ്പോഴും ജാസ്മിൻ ഇതേ രീതിയിൽ തന്നെയായിരിക്കും. ജാസ്മിൻ ഈ ഒരു ഗബ്രി കേസ് വിടാൻ താല്പര്യമില്ല. പക്ഷേ ഗബ്രി പുറത്തിറങ്ങിയിട്ട് ജാസ്മിനെ പറ്റി അധികം ഇതൊന്നും കൊടുത്തില്ല. കാരണം ജാസ്മിൻ്റെ ഉപ്പ വിളിച്ചിട്ട് വാൺ ചെയ്തതിന് എൻ്റെ മോളെ പറ്റിയിട്ട് നീ ഒന്നും സംസാരിക്കാൻ പാടില്ല, അത് ഗബ്രി ഏറ്റിന്. പിന്നെ ഗബ്രിക്ക് ഇതൊരു ജസ്റ്റ് ഗെയിം മാത്രമായിരുന്നു. ഗെയിമിന് വേണ്ടി മാത്രമായിരുന്നു ഗബ്രി ഇതിനെ കണ്ടിരുന്നത്. അത് ഗെയിം ഒന്ന് പുറത്തായിരുന്നു ജാസ്മിൻ എന്ന കേസേ ഗബ്രി വിട്ടിരുന്നു. പിന്നെയും ജാസ്മിനാണ് അതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ജാസ്മിൻ ഗബ്രി കോംബോ കളിച്ച് ജാസ്മിൻ്റെ ഇമേജ് താകുന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്ര പെട്ടെന്ന് ഔട്ടാകേണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായ ഗബ്രീനെ ഔട്ടാക്കിയത്. അതുപോലും ആ കുട്ടിക്ക് അറിയുന്നില്ല. പിന്നെ ജിൻഡോ ആ കുട്ടീനെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതെന്താ അന്നും ജിൻഡോ ഈ കാര്യം പണ്ടും പറയുമ്പോൾ ജാസ്മിൻ അത് മുഖവിലക്ക് എടുത്തിരുന്നില്ല. ഈ ബന്ധം, ഈ രീതിയിലുള്ള റിലേഷൻ നല്ലതല്ല എന്ന് പലതവണ ജിൻഡോ പറഞ്ഞപ്പോഴും അത് തീർത്ത് നിൽക്കുകയല്ലാണ്ട് അതിൽ എന്താ പറയണ്ടേ, വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ജാസ്മിൻ വരുത്തിയിട്ടില്ല. പിന്നെ ജാസ്മിൻ ഒരു വിചാരമുണ്ട്, ജാസ്മിൻ്റെ വായിട്ട് അലക്കാനുള്ള ഇത് ഉള്ളതുകൊണ്ട് പറയുന്നൊക്കെ കാര്യമാണെന്നുള്ളൊരു ടോക്കുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ്. വീണ്ടും ഒരു അപ്ഡേറ്റിനായി കാത്തിരിക്കുക.